ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, സ്നേഹനിധികളായ എൻ്റെ വർണ്ണശലഭങ്ങളെ, അസ്സലാമു അലൈക്കും. SSF സാഹിത്യോത്സവത്തിൻ്റെ ഈ പ്രൗഢമായ വേദിയിൽ ഞാൻ നിങ്ങളോടൊരു കഥ പറയാം. എൻ്റെ കഥയുടെ പേര് വിസ്മയം തീർത്തൊരു വിരുന്ന് സൽക്കാരം. വിശപ്പ്, കൊടും വിശപ്പ്, അതിശക്തമായ വിശപ്പും സഹിച്ചവർ യുദ്ധമുഖത്ത് കിടങ്ങി കീറുകയാണ്. ഈ രംഗം കണ്ടുകൊണ്ട് ജാബിർ റളിയല്ലാഹു ഒട്ടും സഹിച്ചില്ല. ജാബിർ റളിയല്ലാഹു എന്ത് ചെയ്തെന്ന കൂട്ടുകാരെ, വേഗം ഒരു ആടിൻകുട്ടിയും അല്പം ഗോതമ്പും സംഘടിപ്പിച്ചു തന്റെ വീട്ടിലേക്ക് മടങ്ങി. ഭാര്യയായ സുഹൈല ബീവി റളിയല്ലാഹുവിനെ വിളിച്ചു. സുഹൈല, ഓ സുഹൈല. പരിഭ്രമത്തോടെയുള്ള വിളിയേറ്റ് ഭർത്താവിന്റെ മുന്നിൽ വന്നു നിന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾക്ക് വിശക്കുന്നു, നീ വേഗം പോയി ഭക്ഷണം ഉണ്ടാക്ക്. ജാബിർ റളിയല്ലാഹു അൻഹു കത്തി മൂർച്ചയാക്കി ആടിനെ അറുത്തു. അതിവേഗം തിരുനബിയെ ക്ഷണിക്കാൻ അവിടുത്തെ ചാരത്തേക്കു നീങ്ങി. പിന്നെ വീട്ടിൽ സംഭവിച്ചതൊന്നും ജാബിർ റളിയല്ലാഹു അൻഹു അറിഞ്ഞില്ല. എന്താണെന്നോ കൂട്ടുകാരെ, ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുക്കുന്ന രംഗം തന്റെ 4ഉം 2ഉം വയസ്സുള്ള പിഞ്ചു മക്കൾ നോക്കി കാണുകയാണ്. മൂത്തവൻ അനിയനോട് ചോദിച്ചു, അനിയ, ഉപ്പ ആടിനെ അറുത്തതുപോലെ ഞാൻ നിന്നെ അറുത്തോട്ടെ? എന്താണ് അറവെന്നും എന്താണ് മരണമെന്നും ഒന്നും നിശ്ചയമില്ലല്ലോ, കുഞ്ഞു മക്കളല്ലേ അവർ. അങ്ങനെ ജാബിർ റളിയല്ലാഹു അൻഹു ആടിനെ അറുത്തതുപോലെ മൂത്തവൻ ഇളയ മകനെ മലർത്തിയെടുത്ത് അറുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തന്റെ പിഞ്ചു കഴുത്തിൽ നിന്ന് നക്ഷത്ര പൂക്കൾ പോലെ രക്തം ചാലിട്ടൊഴുകി. പേശികൾ വലിഞ്ഞു മുറുകി. അടയാൻ പോകുന്ന കണ്ണുകൾ ഇക്കാക്കിയെ ദയനീയമായി നോക്കി. എന്തു ചെയ്യണമെന്നറിയാതെ മൂത്തൻ തിടുക്കത്തിൽ അവിടെ വിട്ട് ഓടുകയാണ്. ഓടുന്നിടയിൽ മറ്റൊന്നും കൂടി സംഭവിച്ചു. മൂത്തൻ കത്തിയുടെ മുകളിലേക്ക് തെന്നി വീണു. ഇന്നാലില്ലാഹ്. ജ്യേഷ്ഠനെ ലോകത്തോട് വിട പറയുകയാണ്. മരണത്തിന്റെ ഇരുൾ നിറഞ്ഞ പാതയിലെ ഒരു വീട്ടിലെ 2 മക്കൾ, അതും ഒരേ സമയം. ഇത് താങ്ങാൻ കഴിയുമോ? സുഹൈല ബീവി റളിയല്ലാഹു അൻഹു, സ്നേഹനിധിയായ ഉമ്മ, ഇതെങ്ങനെ താങ്ങും? ഇല്ല, ഈ ലോകത്തൊരു ഉമ്മക്ക് ഇത് താങ്ങാൻ കഴിയുകയില്ല. സുഹൈല ബീവി റളിയല്ലാഹു അൻഹു ആകെ ബേജാറായി. കടൽ പോലെ പ്രക്ഷുബ്ധമായിരുന്ന സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ഒരു ഭാഗത്ത് പ്രവാചകനോടുള്ള ഇഷ്ടം, അത് തീരങ്ങളെ ചുംബിക്കുന്ന തിരുമാലകളെ പോലെ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ വാരി പുണർന്നപ്പോൾ ഒരു തരത്തിലൊക്കെ ക്ഷമ കിട്ടി. ഇങ്ങനെ ഓരോന്നും ആലോചിച്ചിരിക്കുമ്പോഴാണ് ജാബിർ റളിയല്ലാഹു അൻഹു സ്നേഹത്തോടെയുള്ള വിളി വീണ്ടും കേൾക്കുന്നത്. സുഹൈല, ഓ സുഹൈല. ആ വിളി കേട്ടതോടെ സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സിൽ ഒരു കുളിര് വീശി. പ്രവാചകനോടുള്ള പ്രേമത്തിന്റെ കുളിര്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒരു ചോദ്യം, എവിടെ ജാബിർ, നിന്റെ മക്കൾ? ജാബിർ റളിയല്ലാഹു അൻഹു സുഹൈല ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, എവിടെ മക്കൾ? സുഹൈല ബീവി റളിയല്ലാഹു അൻഹു പല തരത്തിലും വിഷയം മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ വീണ്ടും വീണ്ടും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ചോദിച്ചു. ഒടുവിൽ ആ സത്യം സുഹൈല ബീവി റളിയല്ലാഹു അൻഹു സങ്കടത്തോടെ എല്ലാ കാര്യങ്ങളും മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തന്നെ പറഞ്ഞു, ഞാൻ തന്നെ അവരെ വിളിക്കാം. യബ്ന ജാബിർ, ജാബിറിന്റെ 2 മക്കളെ, എഴുന്നേൽറ്റ് വരൂ. അത്ഭുതം, അത്യത്ഭുതം. ചോരയിൽ പൊതിഞ്ഞ മുടി ആ 2 മക്കൾ അതാനുസരണല്ല മക്കളെ പോലെ എഴുന്നേൽറ്റിരുന്നു. അത് അവരുടെ കണ്ണുകൾക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല. മുത്തുനബി വിളിച്ചാൽ വരുമല്ലോ. അങ്ങനെ വിസ്മയം തീർത്ത വിരുന്ന് സൽക്കാരത്തിന് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട് സാക്ഷിയായി. കൂട്ടുകാരെ, ആരംഭപ്പൂവിനോടുള്ള അതിരുകളില്ലാത്ത ഇഷ്ടം നമുക്ക് എല്ലാവർക്കും ഈ കഥയിൽ നിന്ന് വായിച്ചെടുക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല സുഹൈല ബീവി റളിയല്ലാഹു അൻഹയുടെ ഈമാൻ നമുക്ക് എല്ലാവർക്കും പകർന്നു തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.